കായലും കടലുമില്ലാത്ത ഇടുക്കിയിലും മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇടുക്കിയിലെ അണക്കെട്ടുകളെല്ലാം തന്നെ ആദിവാസികളടക്കമുള്ള നൂറുകണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ആനയിറങ്കൽ. ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മീൻ പിടിക്കാനെത്തുന്ന ജലാശയം. അവധിക്കാലമായതോടെ കുട്ടികളുമൊത്ത് കുടുംബമായിട്ടാണ് ഇവിടുത്തെ മീൻപിടുത്തം. ആനയിറങ്കൽ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് ആദിവാസികൾക്കടക്കം ഒരു അധിക വരുമാനമാർഗമാണ്. ഒപ്പം സ്ഥിരം വരുമാനം കണ്ടെത്തുന്നവരും നിരവധി. അടുത്ത പ്രദേശത്തിലുള്ളവർ വലകെട്ടിയാണ് മത്സ്യബന്ധനം. രാത്രിയിൽ വലകെട്ടി രാവിലെ വലപൊക്കി മീൻ പിടിച്ച് ഇവർ മടങ്ങും. എന്നാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായും ചൂണ്ടയിട്ടാണ് മീൻപിടുത്തം. അത് ഒന്നോ രണ്ടോ അല്ല, 10ഉം 20ഉം ചൂണ്ടകൾ ഒരുമിച്ച് വെള്ളത്തിലെറിഞ്ഞിടും. മീൻ കൊത്തുന്നത് അറിയുവാനായി ഒരു കിലുക്കവും ചൂണ്ടനൂൽ കെട്ടിയിരിക്കുന്ന കമ്പിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞക്കുഴി അടക്കമുള്ള അകലെയുള്ള ആദിവാസി ഊരുകളിൽ നിന്ന് പോലും മീൻ പിടിക്കുവാൻ ഇവിടെ ആദിവാസികൾ എത്തുന്നു. പുലർച്ചെ എത്തുന്ന ഇവർ വൈകുന്നേരത്തോടെയേ മടങ്ങൂ. അത് രാവിലെ ഒരു 6 മണി, പിന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് ഒരു 3 മണിയാകുമ്പോൾ മീൻ കിട്ടിയാൽ ഒരു 5 മണിയൊക്കെ ആകും. ഉച്ചയ്ക്കുള്ള ഭക്ഷണമടക്കം എടുത്താണ് ഇവർ മീൻ പിടിക്കാൻ ആനയിറങ്കലിലേക്ക് എത്തുന്നത്. നിലവിൽ അവധിക്കാലമായതോടെ കുട്ടികളും കുടുംബവുമായിട്ടാണ് മീൻപിടുത്തം. കട്ടില, റോഹു, മുഷി, സിലോപ്പിയ, ഗോൾഡ് ഫിഷ് അടക്കമുള്ള മീനുകളാണ് ഇവിടെ ധാരാളമായി ഉള്ളത്. അണക്കെട്ടിൽ നിന്ന് പിടിക്കുന്ന മീനിന് കിലോയ്ക്ക് 250 രൂപ വരെ വിലയും ലഭിക്കുന്നുണ്ട്. പിടിച്ചു കൊടുത്താൽ 250 കിട്ടും, അതുള്ളൂ. എല്ലാ ദിവസവും വരില്ല, ആഴ്ചയിൽ ഓരോ ദിവസം അങ്ങനെ വരും. നാട്ടുകാരും വരും, നമ്മളും വരും, അങ്ങനെ. ആനയിറങ്കൽ ആദിവാസികളുടെ ഉപജീവനമാർഗം കൂടിയായതിനാൽ എല്ലാ വർഷവും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെയും ഇവിടെ നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ ആഫ്രിക്കൻ മുഷികളുടെ വ്യാപനം ആനയിറങ്കൽ ജലാശയത്തിലെ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് ആദിവാസികൾ പറയുന്നത്. വെറുമൊരു വിനോദം മാത്രമല്ല ഇവർക്ക് ആനയിറങ്കലിലെ ഈ ചൂണ്ടയിടൽ, ഒരു വരുമാന മാർഗം കൂടിയാണ്. ചില ദിവസമൊക്കെ നിരാശരായി മടങ്ങേണ്ടി വരും. പക്ഷേ പ്രതീക്ഷയോടെ ഇവർ വീണ്ടും പിറ്റേ ദിവസം മടങ്ങിയെത്തും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.